നമ്മളിപ്പോൾ പോകുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഫെയർഫീൽഡ് മൗണ്ടൻസിലോട്ടാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 10:50 ഒക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ്. ഞങ്ങൾ പിന്നെ ട്രെയിനിന് ഒരു 1 hour ജേണി ഉണ്ടായിരുന്നു. ട്രെയിനിന് പോയി അവിടെ വിൻഡർമിയറിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ ബസ് എടുത്ത് റൈഡൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മുടെ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ആക്ച്വലി ഒരു ഹീറ്റ് വേവ് ഉള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഹെവി സണ്ണായിരുന്നു, നല്ല ചൂടായിരുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു പോർഷൻ എത്തിയപ്പോൾ തന്നെ പകുതിയോളം ആയി. പെട്ടെന്ന് നമ്മൾ ടയേർഡ് ആവുന്നുണ്ടായിരുന്നു ചൂട് കാരണം. ഒത്തിരി വേർത്ത് പോകുന്നതുകൊണ്ട് ഭയങ്കര ദാഹമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു സമ്മിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നടന്നു. കുറച്ചും കൂടി നല്ലൊരു ഏരിയ, അത്യാവശ്യം ഹൈറ്റിൽ ഇപ്പം തന്നെ നമ്മൾ എത്തിയായിരുന്നു. ഒരു 629 ആ ഒരു റേഞ്ചിൽ, 629 മീറ്റർ ആ ഒരു റേഞ്ചിൽ തന്നെ എത്തിയായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സ്പോട്ട് കിട്ടി. അവിടെ പിന്നെ ഞങ്ങൾ പിച്ച് ചെയ്തു. അത്യാവശ്യം ഞങ്ങളിപ്പം ടെൻറ്റ് പിച്ച് ചെയ്തതിൻ്റെ ഞാൻ നിൽക്കണ ആ സൈഡിലോട്ടായിട്ടൊരു വാലി ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു വലിയ വാലി ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആയിരുന്നു, നല്ല സ്കൈ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ പിച്ച് ചെയ്തു. പിന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ടെൻ്റ് അടിച്ചതിന് ശേഷം ചെയ്തത്, ഞങ്ങൾ റാപ്പിൻ്റെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കി കഴിച്ചു. കഴിഞ്ഞ് ഒരു കട്ടൻ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം സൺസെറ്റിൻ്റെ സമയമായി. അപ്പം നമ്മൾ പിച്ച് ചെയ്ത ടെൻറ്റിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ടൊരു 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നല്ല കാമിങ് ആയിരുന്നു. ഒത്തിരി ബേർഡ്സിൻ്റെ സൗണ്ടും ഒട്ടും സിറ്റിയുടെ ഒരു സൗണ്ട്സ് ഒന്നും ഇല്ലാതെ ഭയങ്കര കാമിങ് ആയിരുന്നു. സൺസെറ്റ് മൊത്തം ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ മോർണിംഗ്, ഇതിപ്പോൾ കാണുന്നത് മോർണിംഗ് സൺറൈസാണ്. അപ്പം ജിജോ തന്നെ എഴുന്നേറ്റ് ഫെയർഫീൽഡിലെ ഹയസ്റ്റ് പോയിന്റിലേക്ക് നടന്നു. മോർണിംഗ് ഒരു 3:45 ആയപ്പോൾ ആയിരുന്നു അന്ന് സൺറൈസ്. ഏകദേശം ജിജോ കയറാൻ തുടങ്ങിയത് ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ്. അപ്പം തന്നെ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു സ്കൈയിൽ. പിന്നെ അവിടുത്തെ ഏറ്റവും ടോപ്പിലെത്തി ഒത്തിരി പിക്ചേഴ്സൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ വീഡിയോയെ കണ്ടുള്ളൂ. ഞാൻ ആ സമയത്ത് കിടന്നുറങ്ങുമായിരുന്നു. അത്യാവശ്യം നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു വീഡിയോസ് എല്ലാം കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ആയിരുന്നു. ഓറഞ്ച്, റെഡ്, സൺറൈസിൻ്റെ സമയത്തുള്ള ആ ഒരു കളേഴ്സ് ഇല്ലേ, നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ. നല്ലൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ ആക്ച്വലി ഈ സൺറൈസിൻ്റെ വ്യൂ ഒക്കെ ടെൻറ്റിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും കിടന്നുറങ്ങി. ജിജോ മോളിൽ
മുകളിൽ കയറിയിട്ട് ഒത്തിരി ട്രെയിൽ റൺ ഒക്കെ ചെയ്തെന്നാണ് പറഞ്ഞത്. ജിജോ തിരിച്ച് ഏകദേശം ഒരു 8:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ എത്തി. അപ്പം ഞാൻ നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നെട്ടി എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ പാക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളൊരു കട്ടൻ ഉണ്ടാക്കി, പിന്നെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും ബ്രെഡും കഴിച്ചു. അത്യാവശ്യം വിറക്ക് നിറഞ്ഞു. പിന്നെ ഓൾ സെറ്റ്, റെഡി ഫോർ ദ മോർണിംഗ് വാക്ക് ഡൗൺ ദ ഹിൽ. ഞങ്ങൾ പിന്നെ ഇപ്പോൾ ജിജോ വീഡിയോ എടുത്തിരിക്കുന്ന ആ സ്ഥലത്താണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തത്, ടെൻ്റ് അടിച്ചത്. അവിടെ ഞങ്ങൾ ഒരു വേസ്റ്റും ഒന്നും നമ്മൾ ലീവ് ചെയ്തിട്ടില്ല, എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചിറങ്ങാൻ നേരത്ത് അവിടെ നമ്മൾ താഴെ എത്തുമ്പോൾ അവിടെ ബിന്ന് കാണുമ്പോൾ നമുക്ക് ഇട്ടാൽ മതി. പക്ഷേ ഞങ്ങൾ ഒരു സാധനം പോലും ഞങ്ങളവിടെ ലീവ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് നല്ല ദാഹമായിരുന്നു. അപ്പം ഞങ്ങൾ വാലിയിലോട്ട് പോയിട്ട് കുറച്ച് ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു. അപ്പം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ട്രീം നോക്കി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ അത് നല്ല കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പുല്ലിലിരുന്ന് അങ്ങ് നിരങ്ങി ഇറങ്ങി. അതുകൊണ്ട് ഈസി ആയിരുന്നു, നടക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ കാലിന് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അങ്ങനെ നല്ല കുത്തനെയുള്ള ഇറക്കമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതായത് നല്ല ചൂടായിരുന്നു, ഞങ്ങൾ ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ മുഖവും ഒക്കെ ഒന്ന് കഴുകിയപ്പോൾ ഒരു സമാധാനം കിട്ടി. ഇത്തിരി വെള്ളം എടുത്തു. ഫിൽറ്റർ ഉണ്ടായിരുന്നു കയ്യിൽ, അതുകൊണ്ട് അതിൽ ഫിൽറ്റർ ചെയ്ത് ആ വെള്ളം കുടിച്ചു. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല. നമ്മൾ നോർമൽ മിനറൽ വാട്ടർ വാങ്ങിക്കുന്ന ഒരു സെയിം ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നിട്ടും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങി തുടങ്ങി. പിന്നെ ഇപ്പോൾ കാണുന്നത് സമ്മിറ്റാണ്. ഞങ്ങൾ ഇറങ്ങി വന്ന വഴിയിൽ സ്റ്റോൺ ആർത്തർ, അവിടെ ഞങ്ങളൊന്ന് ജസ്റ്റ് സമ്മിറ്റിൽ പോയിട്ട് പിന്നെ ആ വഴി ഇറങ്ങി ഇങ്ങനെ തുടർന്നു. പിന്നെ ഇനിയിപ്പം കുറേ ഇറക്കം തന്നെയായിരുന്നു. അപ്പോൾ ഓടി ഇറങ്ങുമായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു, സീനൊന്നും ഇല്ലാത്ത വഴികളായിരുന്നു, വലിയ തിരക്കും ഇല്ലായിരുന്നു, ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറങ്ങി തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പിന്നെ സിറ്റി കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ദൂരെ ഇങ്ങനെ വെള്ളപ്പൊട്ട് പോലെ കാണുന്നത് ബിൽഡിങ്സും വീടുകളൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം താഴേക്ക് എത്താറായെന്ന്. പിന്നെ ഈ ഫേണൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഏകദേശം മനസ്സിലായി എത്താറായി, ഇനി കുറച്ചും കൂടിയേ ഉള്ളൂന്ന്. കാരണം ഞങ്ങൾ കയറി തുടങ്ങിയപ്പോഴും ഈ ഒരു ഫേണ് ആയിരുന്നു തുടക്കം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ലാൻഡ്സ്കേപ്പ് മാറി തുടങ്ങി. പിന്നെ ഇറങ്ങിയ വഴിയിൽ ഞങ്ങൾ വേറെ വഴി കൂടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങിയ വഴിയിൽ ഒത്തിരി സ്ട്രീംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല ചൂടായതുകൊണ്ട് ഇങ്ങനെ മുഖം കഴുകി അങ്ങനെ നടന്ന് അറിഞ്ഞില്ല എത്തിയത്. ഏകദേശം ഇപ്പോൾ താഴെ എത്തി. ഇപ്പം നമ്മൾ എത്തണ പോയിന്റ് ഗ്രാസ്മിയർ ആണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ബസ് പിടിക്കുക, ട്രെയിൻ എടുക്കുക, വീട്ടിൽ എത്തുക, അതാണ് ലക്ഷ്യം. ഞങ്ങളെല്ലാ യാത്രയിലും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ OS മാപ്സ് ആണ് ഇത്തവണ യൂസ് ചെയ്തത്, അതിന് മൊബൈൽ വേർഷൻ.